ഈ ദീപാവലിക്ക് 3 പടങ്ങളാണ് തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഒന്ന് ഡ്യൂഡ്, ദെൻ ഈ ബൈസൺ, ദെൻ ഡീസൽ എന്ന് പറഞ്ഞൊരു പടം കൂടിയാണ്, ഞാൻ കണ്ടിട്ടില്ല, കാണണം. സോ ഡ്യൂഡ് ഞാൻ രാവിലെ കണ്ടു. ഇറ്റ്സ് ആൻ കംപ്ലീറ്റ് എൻ്റർടൈനർ. പക്ഷേ ബൈസൺ എന്ന ഈ ഒരു പടം, ബൈസൺ കാലമാടൻ, ഇതൊരു മാരി സെൽവര ചിത്രമാണെന്നറിയാം. ഇതൊരു എൻ്റർടൈനർ എന്നതിലുപരിയായിട്ട് എനിക്കൊരു എഡ്യൂക്കേറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ സിനിമയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ശരിയാണ്. പക്ഷേ ഒരു സിനിമ എന്നത് വെച്ച് ജസ്റ്റ് നമ്മൾ കണ്ടുപോയി. ഇപ്പോൾ ഒരു നോർമൽ കൊമേഴ്ഷ്യൽ പടങ്ങൾ കണ്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞതോടെ തീർന്നു. പക്ഷേ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞിട്ടും ആ സിനിമ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ, ആ സിനിമയിൽ എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് 1-2 പേർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു വലിയ മീഡിയ ആയിട്ട് തന്നെ മാറും. ഒരാൾക്കൊരു കാര്യം ഒരു സൊസൈറ്റിനോട് പറയാനുണ്ടെങ്കിൽ, കുറേ പേർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുണ്ടെങ്കിൽ എന്ന രീതിയിലേക്ക് സിനിമ മാറുന്നൊരു തലത്തിലേക്കാണ് ഈ ബൈസൺ എന്ന ഫിലിം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മാരി സെൽവരാജ് ഇതിനു മുമ്പുള്ള എല്ലാ സിനിമകളും ചർച്ച ചെയ്യുന്ന അതേപോലെയുള്ള ജാതീയമായ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ തീമെങ്കിലും അതിനൊരു സ്പോർട്സ് ഡ്രാമ മോഡിൽ കൺവേർട്ട് ചെയ്ത് അധികം ഇമോഷൻസോ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കണക്ട്, എനിക്ക് പേഴ്സണലി ആ ഒരു ക്യാരക്ടറിനോട് അത്ര വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഫീൽ ചെയ്തില്ലെങ്കിലും മൂപ്പര് പറയാൻ ഉദ്ദേശിച്ച ആ ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറുതായിട്ടുള്ള ആൾട്ടർനേഷൻ ഉണ്ട്. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള ഈ മൂപ്പരുടെ തന്നെ മറ്റ് സിനിമകളെല്ലാം തന്നെ ഈ ജാതീയമായ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിങ്ങനെയാണ്, ഇത് മാറില്ല, ഇത് ഓക്കെ സൊസൈറ്റി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും പടം നിർത്തുക. അതിൽ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ഓക്കെ ആ കാര്യം പുറത്തേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്തു. പക്ഷേ ഈ സിനിമയിൽ മൂപ്പര് ട്രൈ ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഞാൻ സ്പോയിലർ ആവുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നില്ല. എങ്കിലും അതായത് നമ്മൾ സ്ഥിരം കാണുന്ന സിനിമകളിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തലല്ല, അതിനെന്തോ സൊല്യൂഷൻ എന്നും കൂടി ഈ ഒരു സിനിമയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ 2 പേര് തമ്മിൽ, 2 ജാതിയിലുള്ള 2 ആൾക്കാർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ എവിടെ നിന്നാണ് ഇത് തുടങ്ങിയെന്നുള്ളൊരു കാര്യമുണ്ട്. ചിലപ്പോൾ വെറുതെ ഒരു ഏതെങ്കിലും ഒരു മറ്റേ പൊറോട്ട കടയിൽ പോയിട്ട് അവിടെ ചാറ് കിട്ടാത്തതിൻ്റെ പ്രശ്നമായിരിക്കും, അവിടെ നിന്ന് തൊട്ടായിരിക്കും ഈ സാധനങ്ങൾ സ്റ്റാർട്ടാവും. സോ 2 പേര് തമ്മിൽ അടി ഉണ്ടാക്കിയിട്ട് അത് ആ നാട്ടുകാർ മൊത്തം ഏറ്റെടുക്കുമ്പോൾ എന്തിനാണ് തുടങ്ങിയവർക്ക് പോലും അറിയുണ്ടാവില്ല എന്ന രീതിയിലായിരിക്കും ഇത് വൈൽഡ് സ്പ്രെഡ് ആയിട്ട് പോകുക. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ തുടങ്ങിയ ആൾക്കാർ തന്നെ വന്ന് പറഞ്ഞാൽ, അവർ എഡ്യൂക്കേറ്റ് ചെയ്താൽ, അവർ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു പ്രശ്നത്തെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനുള്ള കുറേ എലമെൻറ്റ്സ് അതിനകത്ത് തന്നെയുണ്ട്. ഇത്തരത്തിൽ ഈ സിനിമ ഒരു എഡ്യൂക്കേറ്റർ കൂടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, ഇത് കുറേ പേർക്ക് കൊള്ളും, കുറേ പേർക്ക് ഇത് മനസ്സിലാവും, കുറേ പേർക്ക് അബ്സോർബ് ചെയ്യാനുള്ള കുറേ സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് തമിഴ് ഓഡിയൻസിന് അവിടെ ഇപ്പോഴും ഉള്ള, അവിടെ നിന്ന് മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നം. പക്ഷെ അവർക്ക് കൂടുതലായിട്ട് അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ അവർ അനുഭവിക്കുന്ന, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മാരി സെൽവരാജിൻ്റെ മറ്റ് സിനിമകളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിത് കുറേ കൂടി ഇൻഫ്ലുവൻഷ്യലായിട്ട് ഫീൽ ചെയ്തു. കമ്പയർ ടു ഒരു എൻ്റർടൈനർ എന്നതിലുപരിയായിട്ട് കുറേ കൂടി ഇൻഫ്ലുവൻഷ്യലായിട്ട് ഫീൽ ചെയ്തു. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ലാഗും, കുറേ ലെങ്ത് അടിച്ചും, കുറേ ഡ്രാഗ് ചെയ്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു മോട്ടീവ് ഉണ്ടല്ലോ, സിനിമ എന്തിന് ജസ്റ്റ് നോർമൽ ഒരു സാധാരണ ഒരു കബഡി പടം അല്ല, ഇത് ഇപ്പോൾ കബഡിയാണ് ഈ പടത്തിൻ്റെ മെയിൻ തീം. കബഡി ഒരു ബേസ് ലെയറാക്കി വെച്ച് ആണ് ഈ കാര്യങ്ങൾ മൊത്തം ചർച്ച ചെയ്യുന്നത്. സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർഡോഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എങ്ങനെയാണ് ഒരു പ്രോ കബഡി പ്ലെയറായി മാറുന്നത്, അതിനിടയിൽ അല്ലെങ്കിൽ ആൾ എവിടെ നിന്നാണ് ഈ റൈസ് ചെയ്ത് ഒരു ഫീനിക്സിനെ പോലെ റൈസ് ചെയ്ത് വരുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എവിടെയൊക്കെയാണ് മൂപ്പര് പിടിച്ചു വെച്ചിട്ടുള്ളത്, അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് ആ ഒരു ക്യാരക്ടർ എങ്ങനെ പുറത്തേക്ക് വരുന്നത് എന്നതാണ് സിനിമയുടെ മെയിൻ ഉദ്ദേശം. സംഭവം പറയുമ്പോൾ ഇത്ര ഉള്ളെങ്കിലും ആ ഒരു ക്യാരക്ടറിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരു ലെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സിനെ സെറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് കണക്റ്റായി ഒരുപാട് സമയത്ത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ വെച്ച് നോക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഞാൻ തിയേറ്ററിനകത്ത് ഇരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. സമയം നോക്കിയപ്പോഴായിരുന്നു 2 മണിക്കൂർ ആയിട്ടുള്ളൂ. ഇനി ഉണ്ടായിരുന്നു 2.5 മണിക്കൂർ 2.25 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പടം ഒരു 3 മണിക്കൂറിന് അടുത്തുണ്ട് റൺ ടൈം. പക്ഷേ രാവിലെ കയറി വൈകുന്നേരം ഇറങ്ങിയൊരു ഫീലായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമയിൽ. ഒരു പ്രോപ്പർലി ഒരു കമ്മിങ് ഓഫ് ഏജ് എന്ന രീതിയിലാണ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്യാരക്ടർ ഈ പറഞ്ഞ ഒരു കബഡി പ്ലെയർ ഉള്ള ചെറുപ്പം മുതൽ ഒരു 30 ഏജ് വരെയുള്ള കാലഘട്ടത്തിലുള്ള നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഇങ്ങനെ കാണിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും തന്നെ സ്പൂൺ ഫെഡ് ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ നടത്തി പടപടാന്ന് തീർക്കുന്ന പരിപാടിയല്ല. അതിനിടയിൽ ഒരുപാട് പെയിൻ ഉണ്ട്, ഒരുപാട് സാക്രിഫൈസ് ഉണ്ട്, അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാം തന്നെ തരണം ചെയ്തിട്ട് വേണം ആ ഒരു ക്യാരക്ടറിന് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം 1 by 1 ഇരുന്ന് മെല്ലെ പറഞ്ഞിട്ടാണ് ഈ സിനിമ നീങ്ങുക. അതുകൊണ്ട് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നൊരു സാധനം കൂടിയാണ് ഈ ഒരു പടം എന്ന് പറയും. ഒരുപാട് ടൈം അല്ലെങ്കിൽ നമുക്ക് പോകുന്ന പോലെ തോന്നുമായിരിക്കും, പക്ഷേ അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ലാഗ് എന്നല്ല, ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടെങ്കിലും എവിടെ എനിക്ക് ഈ ഒരു ബോറടിയോ ലാഗടിയോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതായത് നമുക്ക് പടം കണ്ടിട്ട് എന്താ നീങ്ങാത്തത് എന്നൊരു തോന്നലല്ല, പടം കഥ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നല്ലതാണ്.
വളരെ മെല്ലെയാണ്, ഡെഡ് സ്ലോ ആയിട്ടായിരിക്കും പടം നീങ്ങുക. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ പടപടാന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞ് പോകില്ല. ഒരു പടത്തിൽ മെല്ലെയാണ്. ഇപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ സ്റ്റേജിൽ കൂടെ പോകണം, അതേപോലെ കാണുന്ന ഓഡിയൻസിന് നമുക്ക് മെല്ലെ അത് മനസ്സിലാക്കി കൊടുക്കുള്ളൂ. ഇപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഡൈനാമിക്സ്, ഒരു ക്യാരക്ടറിൻ്റെ പേഴ്സ്പെക്റ്റീവ് ചിലപ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ ആൾ വില്ലനായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ആളുടെ പേഴ്സ്പെക്റ്റീവ് പറയുമ്പോഴാണ് എല്ലാ മൂപ്പര് പറയുന്നത് ശരിയാണ്, അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ക്യാരക്ടറിനെ പറയുക. ഈ രീതിയിലാണ് ഇങ്ങനെ മെല്ലെ ഒരു കമ്മിങ് ഓഫ് ഏജ് പോലെ പ്രോപ്പർ ട്രാൻസ്ഫോർമേഷൻ വെച്ച് ക്യാരക്ടർ പേഴ്സ്പെക്റ്റീവുകളൊക്കെ വെച്ച് പറയേണ്ട കാര്യം നീറ്റായിട്ട് അധികം കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലാതെ ഏതൊരു സാധാരണക്കാരനും പോലും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സട്ടിലായിട്ട് ലെയ്മനായിട്ട് ഈ സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ധ്രുവ് വിക്രം ആ ചങ്ങായി ഇങ്ങനെ പെർഫോം ചെയ്ത് ഞാൻ വിചാരിച്ചിട്ടില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല. ഇങ്ങനെയുടെ മറ്റു പടങ്ങളിലൊക്കെ തന്നെ ഉണ്ടെങ്കിലും പക്ഷേ ഇത്രയ്ക്ക് ഞാൻ വളരെ നീറ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള ഡയറക്ടറുടെ കൈ കിട്ടുക എന്തായിരിക്കും എന്ന് കാണിച്ചു തന്നൊരു സാധനമാണ്. നല്ല കിടിലൻ ക്യാരക്ടറും നല്ല കിടിലൻ കാസ്റ്റിംഗ് എല്ലാം വന്നു പോയിട്ടുള്ള എല്ലാവരും പശുപതിയൊക്കെ ലെവൽ സാധനം, പ്രോ ലെവൽ സാധനം. മൂപ്പര് ഇതിനു മുമ്പ് ഐ തിങ്ക് ഞാൻ മറ്റേ സാർപ്പെട്ട പറമ്പിലൊക്കെയാണ് ഇങ്ങനെ കണ്ടത്. പിന്നെ അങ്ങോട്ട് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറൈസേഷൻ മൂപ്പർക്ക് ഇതുവരെ കിട്ടിയില്ല കുറച്ച് കാലമായിട്ട്. ഇതിൽ കിഡിലിനായിട്ട് മൂപ്പർ ചെയ്തിട്ടുണ്ട്. ഈ ധ്രുവിന് പറഞ്ഞ പോലെ ധ്രുവ് അധികം സംസാരിക്കുന്നില്ല ഈ സിനിമയിൽ. ഈ ഒരു ക്യാരക്ടർ വളരെയധികം ഡയലോഗ് കുറവെന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഐ തിങ്ക് ഏറ്റവും അധികം ഡയലോഗ് കുറവ് ഈ ഒരു ക്യാരക്ടറിനായിരിക്കും. ആൾക്കും കൂടി വേണ്ട സാധനങ്ങൾ മുഴുവൻ സംസാരിക്കുന്ന ഈ പശുപതിയാണ്. സോ ഒരു അച്ഛൻ മകൻ ബന്ധവും പ്രോപ്പറായിട്ട് അവർ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ നീറ്റായിട്ട് വർക്കാവുന്നുണ്ട് സിനിമയിൽ. ദെൻ അനുപമയുണ്ട്, ദെൻ രജീഷ വിജയൻ, ഇങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കാണാത്ത കുറേ പുതുമുഖങ്ങൾ നമ്മളിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ നല്ല റോളുണ്ട്. ത്രൂ ഔട്ട് ഒരു ജേണിയാണ് ഇവരുടെ എല്ലാവരും കൂടി. ജസ്റ്റ് ഈ ഒരു ക്യാരക്ടറിന് മാത്രമല്ല, ഇപ്പോൾ ധ്രുവിൻ്റെ ഒരു ക്യാരക്ടർ ഇപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാം, അതിൽ നമുക്ക് വലിയ കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യില്ല. സിനിമ തുടങ്ങുമ്പോഴേ അറിയാം അവസാനം എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ആണെങ്കിലും അതിനിടയിൽ കൂടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഒപ്പം തന്നെ ഓരോ ക്യാരക്ടേഴ്സും അനുഭവിക്കുന്ന പൊളിറ്റിക്സ് ഉണ്ട്, അവർ ചർച്ച ചെയ്യുന്ന പൊളിറ്റിക്സ് ഉണ്ട്, അത് നീറ്റായിട്ട് സിനിമയിൽ പറയുന്നുണ്ട്. സോ എനിക്കൊരു നല്ലൊരു എഡ്യൂക്കേറ്ററായിട്ട് ഫീൽ ചെയ്തു. മറ്റുള്ള സിനിമകളിലെല്ലാം തന്നെ, ഈവൻ മാരി സെൽവരാജിന് തന്നെ മറ്റുള്ള സിനിമകളിലെല്ലാം തന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് വെറുതെ പറഞ്ഞ പോലും മാത്രമല്ലാതെ ഈ സിനിമയിൽ അതിനെ എന്ത് ചെയ്യണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെയൊക്കെ വരുത്താം എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലെയ്മനായിട്ട് പറഞ്ഞു പോയത് കൊണ്ട് തന്നെ ബൈസൺ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു എൻ്റർടൈനർ അല്ല എന്ന കാര്യം കൂടി സിനിമ തീർച്ചയായിട്ടും മനസ്സിൽ വെക്കണം. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ റിലീസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഫാമിലി ആയിട്ട് ചിയർഫുള്ളായിട്ട് കണ്ട് എൻജോയ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഡ്യൂഡ് നല്ലൊരു ഓപ്ഷനാണ്, അതിന് കയറാം. നമുക്ക് കുറച്ച് നേരം ചിരിച്ചിട്ട് വരാം. പക്ഷേ ഈ സിനിമ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു നേരം പോക്കിന് കണ്ടൊരു സാധനമല്ല. അതിനെ മനസ്സിലാക്കി അറിഞ്ഞ് നമുക്ക് ഇത് വീട്ടിലേക്ക് ഒരു ടേക്ക് അവേ കിട്ടുന്നൊരു സാധനം എന്ന് പറയില്ല, ആ രീതിയിലുള്ളൊരു പടം. സോ മാരി സെൽവരാജിൻ്റെ ഫിലിമോഗ്രഫിയിലെ മറ്റൊരു നല്ല ഗംഭീര പടം തന്നെയാണ് ബൈസൺ. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടുപോക്കുക. സോ ഓൾറെഡി ബൈസൺ കണ്ടവരുണ്ടെങ്കിൽ ഈ സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.